ശിവഗംഗ കസ്റ്റഡി കൊലപാതക കേസിൽ തമിഴക വെട്രി കഴകം ചെന്നൈയിൽ പ്രതിഷേധിക്കുകയാണ്. കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക്കാർഡുകളുമേന്തിയാണ് വിജയ് തന്നെ പ്രതിഷേധ രംഗത്തിറങ്ങിയിരിക്കുന്നത്. நடந்த அந்த கொடுமைக்கு சிஎம் அவர்கள் சாரி சொன்னாங்க, தப்பு இல்ல. இப்ப அதோட சேர்த்து இதையும் கொஞ்சம் பண்ணிருங்க சிஎம் சார். உங்களுடைய ஆட்சி காலத்துல இதே மாதிரி போலீஸ் விசாரணையில 24 பேர் இறந்து போயிருக்கிறாங்க. அந்த 24 பேரோட குடும்பத்துக்கும் நீங்க சாரி சொன்னீங்களா? தயவு செஞ்சு சாரி சொல்லிருங்க. அஜித் குமார் அவர்கள் குடும்பத்துக்கு நீங்க கொடுத்த நிவாரணம் மாதிரி இந்த 24 பேர் குடும்பத்துக்கும் நீங்க நிவாரணம் கொடுத்தீங்களா? தயவு செஞ்சு அந்த நிவாரணத்தையும் கொடுத்துருங்க. കെ.വി. ശ്രീധരനുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, നേരിട്ട് സ്റ്റാലിനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് വിജയ് പോകുന്നത്. മാത്രമല്ല ടി.വി.കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് തന്നെയാണ് എന്നത് പാർട്ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ജനകീയ വിഷയങ്ങൾ കൂടുതൽ സജീവമായി ഇടപെടുകയാണോ വിജയ്? ഈ ആൾക്കൂട്ടം വലിയ തോതിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ്, സംസ്ഥാനത്ത് നിന്ന് മുഴുവനുള്ള അവരുടെ പ്രവർത്തകരാണോ അതോ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ആളുകളാണോ? തീർച്ചയായിട്ടും DMK സർക്കാരിനെതിരെ പോർമുഖം തുറക്കുക തന്നെയാണ് വിജയ്. പ്രത്യേകിച്ച് 2026 തിരഞ്ഞെടുപ്പിൽ ഇനി അധികം നാളുകളില്ല. അതുകൊണ്ട് തന്നെ പ്രധാന പ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള ശ്രമം തന്നെയാണ് വിജയ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കസ്റ്റഡി മരണങ്ങളിൽ 24 കസ്റ്റഡി മരണങ്ങളാണ് DMK സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷത്തിന് ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കസ്റ്റഡി മരണങ്ങളിലൊക്കെ ചർച്ചയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ശിവഗംഗയിൽ മരിച്ച അജിത് കുമാറിന്റെ കുടുംബത്തോട് സ്റ്റാലിൻ മാപ്പ് പറഞ്ഞിരുന്നു. അതുപോലെ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ശേഷിക്കുന്ന 23 കുടുംബങ്ങളുണ്ട്. അവരോട് കൂടി DMK സർക്കാർ സ്റ്റാലിൻ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് വിജയ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇതൊരു സോറിമ മോഡൽ സർക്കാരാണ് എന്നുള്ള ഒരു വലിയ വിമർശനം കൂടി അല്ലെങ്കിൽ പരിഹാസം കൂടി വിജയ് ഈ ചെന്നൈയിലെ പരിപാടിയിൽ നടത്തുന്നുണ്ട്. അതായത് സംസ്ഥാനത്തെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് വിജയുടെ ഭാഗത്ത് നടക്കുന്നത്. നേരത്തെ ചെന്നൈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ വലിയ വിഷയമായി ഉയർന്നിരുന്നു. അവിടെ വിജയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കസ്റ്റഡി മരണങ്ങൾ കൂടി, അതായത് DMKയും മറ്റു പാർട്ടികളുമൊക്കെ കാര്യമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വിജയുടെ ഈ ഒരു പ്രതിഷേധം എന്നുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രധാന പ്രതിപക്ഷമായി വരിക, അതുപോലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, 2026 തിരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാവുക. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായി വിജയിയെ കഴിഞ്ഞ ദിവസം TVKയുടെ യോഗമൊക്കെ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ പോലും ഒരു നിർണായക ശക്തിയാവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുക എന്നൊക്കെയാണ് വിജയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത്. കഴിഞ്ഞ ദിവസം കസ്റ്റഡി കൊലപാതകങ്ങളിൽ കസ്റ്റഡി മർദ്ദനങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളൊക്കെ വിജയ് സന്ദർശിക്കുകയും സജീവമായ ഇടപെടലാണ് ഒരു വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ ജനകീയ വിഷയമാണ്. അങ്ങനെ ജനകീയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ 4 വർഷത്തിനിടെ മരിച്ചു എന്നതാണ്. കസ്റ്റഡി മരണങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശിവഗംഗ കസ്റ്റഡി കൊലപാതകത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ തമിഴക വെട്രി കഴകം ചെന്നൈയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വിജയ് തന്നെ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്.